ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങാം. ഇന്നത്തെ കഥയുടെ പേര് വിൻഡോ സീറ്റ്. അപ്പോൾ ഈ ഒരു കഥയിലൂടെ നമുക്ക് ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം നല്ല പോലെ മനസ്സിലാക്കി നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം, എങ്ങനെ പറയാം, അത് മാത്രമല്ല ഏത് ടെൻസാണ് നമുക്ക് പഠിക്കാം, പിന്നെ ഒരു ടെൻസിൽ നിന്ന് വേറൊരു ടെൻസിലോട്ട് എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് എഴുതാം, ഇതൊക്കെ നമുക്ക് ഈ ഒരു കഥയിലൂടെ നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഹന്നയും ജയയും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനായി കാത്തു നിൽക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ഇവിടെ നമുക്ക് കാണാം കാത്തു നിൽക്കുക. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? വെയിറ്റ്. കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ വെയിറ്റ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്. കാര്യം എന്താ? ഹന്നയും ജയും ഇപ്പോൾ അവർ കാത്തു നിൽക്കുകയാണ്, അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രെയിനിന് വേണ്ടിയിട്ട്. അപ്പം അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാം? ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പം ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ഹന്നയും ജയും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനായി കാത്തു നിൽക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹന്ന ആൻഡ് ജിയ. അപ്പോൾ ഇവിടെ ചിലവർ ഹന്നയുടെ കൂടെ ഇതൊരു പേരാണ്. അപ്പം ചിലവർ എച്ച് എന്ന് എഴുതാറുണ്ട്. പക്ഷെ ഞാൻ ഹന്ന, എനിക്കിതാണ് സിമ്പിളായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്, ഹന്ന ആൻഡ് ജിയ. അപ്പോൾ ഇനി നമ്മൾ എന്താ എഴുതാൻ പോണേ? ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എഴുതാം. ഞാൻ പറഞ്ഞു ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എഴുതിയിട്ട് നമുക്ക് ബാലൻസ് ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING ഫോം. ഇതാണ് മെയിൻ. ഈ ഒരു സംഭവം നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ ഒരു സ്ട്രക്ചർ ഞാനിവിടെ എഴുതി. അപ്പോൾ ഇനി നമ്മൾ ഇത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് എഴുതാം. അപ്പം ഇവിടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഹന്ന ആൻഡ് ജിയ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഞാനിവിടെ അണ്ടർലൈൻ ചെയ്തിട്ട് മുകളിൽ സബ്ജക്റ്റ് എന്ന് എഴുതിയേക്കാം. ഹന്ന ആൻഡ് ജിയ സബ്ജക്റ്റ്. അപ്പോൾ ഇനി എന്താ ഇവിടെ ഉള്ളത്? ഇവിടെ ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. അപ്പം സബ്ജക്റ്റിൻ്റെ കൂടെ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ. അപ്പോൾ നമ്മളിവിടെ എന്താണ് എഴുതുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ സ്ട്രക്ചർ എഴുതുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവും. എല്ലാത്തിൻ്റെ സ്ട്രക്ചർ എഴുതേണ്ട ആവശ്യമില്ല. കാര്യം ഇത് നമുക്ക് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകുമ്പോൾ ഇവിടെ നമ്മൾ വെർബിൻ്റെ കൂടെ ING ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിത് അറിഞ്ഞിരുന്നാൽ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് ഇത് ഇവിടെ എഴുതുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. പക്ഷേ ചിലവർ ഇപ്പോൾ വിചാരിക്കും ഇപ്പോൾ വെർബിൻ്റെ കൂടെ എന്തുകൊണ്ട് ING യൂസ് ചെയ്തു എന്നൊക്കെ നമുക്കൊരു ഡൗട്ട് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ്? ഹന്ന ആൻഡ് ജിയ. നമുക്കിവിടെ എന്ത് എഴുതാം? ഇവിടെ നമുക്ക് കാണാം ഹന്ന ജിയ 2 പേഴ്സൺസ് ഉണ്ട്, ഒരാളല്ല, 2 പേഴ്സൺസ് ഉണ്ട്. അപ്പം ഇതൊരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, നമുക്ക് മനസ്സിലായി. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ ഒറ്റ ഒരാളെ വരത്തുള്ളൂ. അപ്പോൾ ഹീ ഷീ ഒക്കെ സിംഗുലർ സബ്ജക്റ്റ് ആണ്. ഇത് ഹന്ന ആൻഡ് ജിയ 2 പേരുണ്ട്, നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്താ എഴുതേണ്ടത്? നമുക്കിവിടെ ഈസ് എഴുതാൻ പറ്റില്ല. ആം ഈസ് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഒരു സിംഗുലർ സബ്ജക്റ്റ് കൊണ്ടാണ് ഈസ് എഴുതുന്നത്. ആം നമ്മൾ ഐയുടെ കൂടെ അല്ലേ ആം എഴുതുന്നത്, നമുക്ക് ഓൾറെഡി അറിയാം. പിന്നെ നമ്മൾ എന്താ എഴുതണത്? ആർ. അപ്പോൾ ആർ എന്ന് പറയുന്നത് 2 പേരുണ്ട്, നമ്മളിവിടെ ആറാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ടിക്ക് ചെയ്യാം. പിന്നെന്താ? ഈ ആറിൻ്റെ വേറൊരു കാര്യം ഉണ്ടാവും, ഒരു പ്രസൻറ്റ് ഫോമാണ്. ഇപ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണെങ്കിൽ നമുക്ക് ഈ ആറിന് പകരം വാസ് ഓർ വെയർ നമ്മൾ ഓൾറെഡി അത് ഇതിൻ്റെ കൂടെ ഞാൻ കൺഫ്യൂസ് ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടലി കൺഫ്യൂസ് ആകും, അത് വേണ്ട. അപ്പം നമുക്കിവിടെ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ എഴുതുന്നത്, ആർ. അപ്പം ഇവിടെ ഈസ് ആം ആർ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ എഴുതാൻ പോണേ? പ്ലസ് വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്താ? വെർബ് എന്ന് പറഞ്ഞാൽ കാത്തു നിൽക്കുക. അപ്പോൾ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം? വെയിറ്റ്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ഹന്ന ആൻഡ് ജിയ ആർ വെയിറ്റ്. കാത്തു നിൽക്കുക, വെയിറ്റ്. അപ്പം ഇവിടെ വെർബിൻ്റെ കൂടെ ING ആഡ് ചെയ്യണം നമുക്ക്. അപ്പോൾ വെയിറ്റ് ആണ് ഇവിടുത്തെ വെർബ്. ഇവിടെ ഞാൻ വെർബ് എന്ന് എഴുതാം. അപ്പോൾ വെയിറ്റ് പ്ലസ് ING. അപ്പം വെയിറ്റിംഗ് നൗ. ഹന്ന ആൻഡ് ജിയ ആർ വെയിറ്റിംഗ്. അപ്പോൾ ഇനി എന്താ എഴുതാൻ പോണ്ടേ? എന്താ ജസ്റ്റ് സ്ക്രീൻ നേരെ വെച്ചതാണ് കേട്ടോ. അപ്പം ഹന്ന ആൻഡ് ജിയ ആർ വെയിറ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്? അപ്പം ഇവിടെ കാണാം ജിയ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനായി. ഹന്നയും ജിയും ട്രെയിനായിട്ടുള്ള വെയിറ്റ് ആണ്. അപ്പം എന്തിനു വേണ്ടിയിട്ട് എന്നുള്ളത് നമ്മളിവിടെ എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? ആർ വെയിറ്റിംഗ് ഫോർ. നമ്മളിവിടെ ഫോർ യൂസ് ചെയ്യുന്നു, ഫോർ. അപ്പോൾ ഈ ഫോർ യൂസ് ചെയ്യുന്ന നമുക്ക് എന്തിന്? ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഒരു തിങ്ങിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇവിടെ പേഴ്സണല്ല, ഇതൊരു തിങ്ങാണ്. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഫോർ യൂസ് എന്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സെൻറ്റൻസ് വരുമ്പോൾ നമുക്കിവിടെ ഫോർ യൂസ് ചെയ്ത് എഴുതാം. അപ്പം ഇവിടെ ആർ വെയിറ്റിംഗ് ഫോർ ട്രെയിൻ. പിന്നെ എന്താ ഇതിൽ പറയണേ? എവിടെയാണ്? റെയിൽവേ സ്റ്റേഷനിൽ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര എഴുതി ഹന്ന ആൻഡ് ജിയ ആർ വെയിറ്റിംഗ് ഫോർ ട്രെയിൻ, അല്ല വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ കേട്ടോ. റബ് ചെയ്തിട്ട് എഴുതാം വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ
ഇനി എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോണത്? എവിടെയാണ്? അപ്പം റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹന്ന ആൻഡ് ജിയ ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ അറ്റ് ഒരു പ്ലേസിനെയാണ് ഇവിടെ ഒരു സ്പെസിഫിക് ചെയ്ത് പറയുന്നുണ്ട്, പ്ലേസിനെയാണെന്ന്. അപ്പോൾ നമുക്ക് പറയാം അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പം ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പറയുന്നില്ല, റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുകയാണ് ട്രെയിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എഴുതാം. അപ്പം ഇനി നമ്മളിവിടെ എന്താ ഒന്നിച്ച് നമുക്ക് ഒന്നും കൂടെ പറയാം. ഹന്ന ആൻഡ് ജിയ ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഹന്നയും ജിയയും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിനായി കാത്തു നിൽക്കുകയാണ്. അപ്പം ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. പിന്നെ നമ്മളിവിടെ എന്താ പഠിച്ചത്? പിന്നെ ഇവിടെ പഠിച്ചത് നമ്മൾ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റ് ആണ്. വെയിറ്റ് ഒരു വെർബാണ്. പിന്നെ ഹന്ന ആൻഡ് ജിയ ഒരു സബ്ജക്റ്റ് ആണ്. അതൊക്കെ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ നോക്കിയിട്ട് പറഞ്ഞു. പിന്നെ നമ്മളിവിടെ എന്താ നമ്മൾ പഠിച്ചു? സബ്ജക്റ്റിന് കൂടെ എന്താ ആഡ് ചെയ്യണം. അപ്പം ഇവിടെ ആറാണ് ആഡ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. എന്തുകൊണ്ടാണ്? പ്ലൂറൽ സബ്ജക്ട്സ് ആയതുകൊണ്ടാണ് അവിടെ യൂസ് ചെയ്തത് നമ്മൾ. പിന്നെന്താ? അപ്പം പ്രസൻറ്റ് കണ്ടിന്യൂസ് സിറ്റുവേഷൻ വരുമ്പം ഇങ്ങനെ ഒരു സെൻറ്റൻസ്, ചിലപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ ജസ്റ്റ് ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോം ഇത് ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി വെക്കുക, ബൈ ഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം. ഹന്ന ആൻഡ് ജിയ ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. ഹന്ന ആൻഡ് ജിയ ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ അറ്റ് ദ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഇത് അവരുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവരുടെ, ദെയർ. ആദ്യത്തെ, ഫസ്റ്റ്, യാത്ര, ജേണി. നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഇത് അവരുടെ ആദ്യത്തെ യാത്രയാണ്. ഇറ്റ് ഈസ് ദെയർ എന്ന് വെച്ചാൽ അവരുടെ, ഫസ്റ്റ്, ആദ്യത്തെ. ഇറ്റ് ഈസ് ദെയർ ഫസ്റ്റ് ട്രെയിൻ. ഇപ്പോൾ യാത്രയ്ക്ക് എന്താ നമ്മൾ പറയാം? ജേണി. ഇറ്റ് ഈസ് ദെയർ ഫസ്റ്റ് ട്രെയിൻ ജേണി. ഇറ്റ് ഈസ് ദെയർ ഫസ്റ്റ് ട്രെയിൻ ജേണി. അപ്പം ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമ്മൾ പഠിച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ട്രെയിൻ കൃത്യസമയത്ത് വന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇപ്പോൾ കൃത്യസമയം എന്നുള്ളത് നമുക്കിവിടെ ഓൺ ടൈം എന്ന് എഴുതാം. വരിക എന്ന് വെച്ചാൽ എന്താ? അറൈവ്. അപ്പോൾ ഇവിടെ വന്നു എന്നാണ്. അപ്പോൾ നമുക്ക് അറൈവിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ട്രെയിൻ കൃത്യസമയത്ത് വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ദ ട്രെയിൻ. ഇപ്പോൾ ഇനി എന്താ നമ്മൾ എഴുതാൻ പോകുന്നത്? നമ്മൾ അതിന് മുമ്പായിട്ട് സ്ട്രക്ചർ എഴുതിയിട്ട് നമുക്ക് നോക്കാം. അപ്പം ഇതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഞാനിവിടെ പാസ്റ്റ് എന്നും എഴുതാം, പിന്നെ വെർബ് എന്നും എഴുതാം കേട്ടോ. അപ്പോൾ ഫുൾ എഴുതാൻ പറ്റില്ല, സ്പേസ് ഇല്ല. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഇത് എഴുതുന്നത്. അപ്പം ഇവിടെ ട്രെയിൻ കൃത്യസമയത്ത് വന്നു. അപ്പോൾ ദ ട്രെയിൻ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുകളിൽ എഴുതാം സബ്ജക്റ്റ് ദ ട്രെയിൻ. പിന്നെ എന്താ ഇത് പറയണേ? പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം വന്നു. അപ്പോൾ വരിക എന്ന് വെച്ചാൽ എന്താ? വരിക, അറൈവ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് എഴുതാം, നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പം അറൈവ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. അറൈവ് എന്ന് വെച്ചാൽ എന്താ? വരിക. അപ്പം ഇതൊരു പ്രസൻറ്റ് ഫോമാണ്. അപ്പം നമ്മൾ ആ പ്രസൻറ്റ് ഫോമിനെ അറൈവിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. അപ്പം അറൈവ്ഡ് എന്നായി. അപ്പം നമുക്ക് എഴുതേണ്ടത് എന്താ? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് അല്ലേ. അപ്പം നമുക്ക് ദ ട്രെയിൻ, നമുക്ക് ആദ്യമേ അറൈവ് എന്ന് എഴുതാം. അറൈവ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. അപ്പം നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി ദ ട്രെയിൻ അറൈവ്ഡ്. ഇനി എന്താ എഴുതാൻ പോണേ? ദ ട്രെയിൻ അറൈവ്ഡ്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കൃത്യസമയം എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതുന്നത് ഓൺ ടൈം. നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്ന പോലെ വെച്ചു. അപ്പം ദ ട്രെയിൻ അറൈവ്ഡ് ഓൺ ടൈം. ട്രെയിൻ കൃത്യസമയത്ത് വന്നു. ദ ട്രെയിൻ അറൈവ്ഡ് ഓൺ ടൈം. അപ്പം നമ്മളിവിടെ എന്താ പഠിച്ചത്? നമ്മളിവിടെ സബ്ജക്റ്റ് പഠിച്ചു. ദ ട്രെയിൻ ആണ് സബ്ജക്റ്റ്. പിന്നെ നമ്മൾ അറൈവ് എന്നൊരു പ്രസൻറ്റ് ഫോമിനെ കൺവേർട്ട് ചെയ്തൊരു പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതി. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവർ ട്രെയിനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ? അവർ ട്രെയിനിൽ കയറിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. അത് മാത്രമല്ല അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവർ ട്രെയിനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാം ദേ ആർ. അപ്പം ദേ എന്ന് വെച്ചാൽ അവർ. ദേ ആർ ഗെറ്റിംഗ് ഓൺ ദ ട്രെയിൻ.
ദേ ആർ ഗെറ്റിംഗ് ഓൺ ദ ട്രെയിൻ. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് പല രീതികളിൽ എഴുതാം. അപ്പോൾ എനിക്കിവിടെ ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തോന്നിയൊരു സെൻറ്റൻസാണ് ഞാനിവിടെ എഴുതിയത്. നമുക്ക് വേറെ ഒരു രീതിയിൽ എഴുതുവാണെങ്കിൽ നമുക്ക് എങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് എഴുതാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം നമ്മളിവിടെ എഴുതി ദേ ആർ ഗെറ്റിംഗ് ഓൺ ദ ട്രെയിൻ അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ ദേ ആർ എൻറ്ററിങ് ദ ട്രെയിൻ എഴുതാം. ദേ ആർ എൻറ്ററിങ് ദ ട്രെയിൻ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം ദേ ആർ ഗോയിങ് ഇൻ ടു ദ ട്രെയിൻ. അപ്പം അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ദേ ആർ ബോർഡിങ് ദ ട്രെയിൻ അങ്ങനെ എഴുതാം. അപ്പം എനിക്കിതിലെല്ലാം ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് തോന്നിയത് ദേ ആർ ഗെറ്റിംഗ് ഓൺ ദ ട്രെയിൻ. ഇതാണ് നമ്മൾ യൂഷ്വലി നാച്ചുറൽ എപ്പോഴും പറയാൻ ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസാണ് ഇത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ എഴുതിയത്. അപ്പം അവർ ട്രെയിനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെ എഴുതുന്നത് ദേ ആർ ഗെറ്റിംഗ് ഓൺ ദ ട്രെയിൻ. ദേ ആർ ഗെറ്റിംഗ് ഓൺ ദ ട്രെയിൻ. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് അവരുടെ സീറ്റുകൾ ജനലരികിലാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം അവരുടെ ദെയർ. അപ്പം ജനലരികിൽ എന്ന് വെച്ചാൽ നിയർ ദ വിൻഡോ. നമുക്ക് എങ്ങനെ എഴുതാം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അവരുടെ സീറ്റുകൾ ജനലരികിലാണ്. അപ്പം നമുക്ക് എഴുതാം അവരുടെ എന്ന് വെച്ചാൽ ദെയർ. പിന്നെ സീറ്റുകൾ എന്നുള്ളത് നമ്മൾ സീറ്റ് എന്നായിരുന്നു നമുക്കിവിടെ സീറ്റ് എന്ന് തന്നെ എഴുതാമായിരുന്നു. പക്ഷേ ഇവിടെ സീറ്റുകൾ എന്നായിരുന്നു നമുക്ക് സീറ്റ്സ് എന്ന് എഴുതാം. ദെയർ സീറ്റ്സ്. അപ്പോൾ ഇനി എന്താ നമ്മൾ എഴുതാൻ പോണത് ഇപ്പം ഈസ് വേണോ ആഡ് വേണോ ഞാൻ പറഞ്ഞൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ആഡ് ചെയ്യാൻ പോണത് നമുക്ക് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. ഇവിടെ നമുക്കിനി എന്താ എഴുതാം. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ എഴുതാൻ പോണേ ഞാൻ ജസ്റ്റ് ഓപ്ഷനിൽ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ ഒരു ടൈം കിട്ടും. ഈസ് ഉണ്ട് ആറുണ്ട് ഈസ് ആർ ഇത് രണ്ടേ ഉള്ളൂ ഓപ്ഷൻ. അപ്പോൾ നിങ്ങളുടെ എന്താ എഴുതാം. ഇവിടെ നമുക്ക് ഈസ് എഴുതാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്താ ഇവിടെ സീറ്റ്സ് ഒന്നിൽ കൂടുതൽ സീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു സീറ്റ് അല്ല ഒന്നിൽ കൂടുതൽ സീറ്റ്. അപ്പോൾ സീറ്റ്സ് ആണ് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ആറ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആറ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ദെയർ സീറ്റ്സ് ആർ നമ്മൾ എഴുതി. ദെയർ സീറ്റ്സ് ആർ ജനലരികിൽ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നിയർ ദ വിൻഡോ. ദെയർ സീറ്റ്സ് ആർ നിയർ ദ വിൻഡോ. അവരുടെ സീറ്റുകൾ ജനലരികിലാണ്. ദെയർ സീറ്റ്സ് ആർ നിയർ ദ വിൻഡോ. അപ്പോൾ ഇവിടെ നമ്മൾ ആർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് ഹന്ന പെട്ടെന്ന് അവളുടെ ജനലരികിലുള്ള സീറ്റിലിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം പെട്ടെന്ന് ക്വിക്ക്ലി. അവളുടെ ജനലരികിലുള്ള സീറ്റ് നമുക്ക് എങ്ങനെ എഴുതാം വിൻഡോ സീറ്റ് നമുക്ക് എഴുതാം. ഇരിക്കുക എന്ന് വെച്ചാൽ സിറ്റാണ്. അപ്പോൾ ഇവിടെ ഇരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലാക്കിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം ഹന്ന പെട്ടെന്ന് അവളുടെ ജനലരികിലുള്ള സീറ്റിലിരുന്നു. നമുക്ക് എഴുതാം ഹന്ന പെട്ടെന്ന് ക്വിക്ക്ലി ഹന്ന ക്വിക്ക്ലി. അപ്പം ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ സിറ്റ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അപ്പം ഇവിടെ ഇരുന്നു എന്നാണ്. അപ്പം നമുക്ക് സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കാം. സിറ്റിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് സാറ്റ് ആക്കി സാറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ഹന്ന ക്വിക്ക്ലി സാറ്റ്. ഇരുന്നു എന്നുള്ളതാണ് സാറ്റ്. അപ്പം ഹന്ന ക്വിക്ക്ലി സാറ്റ് കാണുന്നില്ല എന്ന് തോന്നുന്നു ഇൻ ഹർ ജനലരികളുള്ള സീറ്റ് നമുക്ക് വിൻഡോ സീറ്റ് എന്ന് ഷോർട്ട് ഫോമിൽ നമുക്ക് എഴുതാം. വിൻഡോ സീറ്റ്. ഹന്ന ക്വിക്ക്ലി സാറ്റ് ഇൻ ഹർ വിൻഡോ സീറ്റ്. അപ്പം ഇവിടെ നമ്മൾ എങ്ങനെ പഠിച്ച സീറ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതി. അപ്പം നമുക്ക് ഒന്നുകൂടെ പറയാം ഹന്ന പെട്ടെന്ന് അവളുടെ ജനലരികളുള്ള സീറ്റിലിരുന്നു. ഹന്ന ക്വിക്ക്ലി സാറ്റ് ഇൻ ഹർ വിൻഡോ സീറ്റ്. ഹന്ന ക്വിക്ക്ലി സാറ്റ് ഇൻ ഹർ വിൻഡോ സീറ്റ്. അപ്പം ഇവിടെ ഞാനിത് അണ്ടർലൈൻ ചെയ്യാൻ നമ്മൾ സീറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി സാറ്റ് ആക്കിയിട്ടാണ് എഴുതിയത്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ് ജിയയുടെ സീറ്റിൽ വേറെ ആരോ ഇരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. വേറെ ആരോ അല്ലെങ്കിൽ മറ്റാരോ നമുക്ക് എങ്ങനെ എഴുതാം someone else. അപ്പം ഈ സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനെയാണ് പറയുന്നത്. വേറെ ആരോ ഇരിക്കുകയാണ്. അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട് ഇരിക്കുകയാണ്. അപ്പം ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ജിയുടെ സീറ്റിൽ വേറെ ആരോ ഇരിക്കുകയാണ്. നമുക്ക് എഴുതാം someone else. അപ്പം ഇനി നമുക്ക് ബ്രാക്കറ്റിൽ എന്താ എഴുതേണ്ടത് നമുക്ക് നോക്കാം. ഈസ് ഉണ്ട് ആറുണ്ട് വാസ് ഉണ്ട് വേറുണ്ട്. അപ്പം നമ്മളിവിടെ എന്താ യൂസ് ചെയ്തിട്ട് എഴുതേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഗസ് ചെയ്യുക. അപ്പം എന്താ എഴുതാൻ പോകണം ഞാൻ പറയാം someone else. അപ്പം ഇവിടെ ഇത് കാണാം വേറെ ആരോ മറ്റൊരാൾ. അപ്പം ഇത് മറ്റൊരാൾ അല്ലെങ്കിൽ വേറെ ഒരാൾ. അപ്പം ഒരാളെ ഉദ്ദേശിക്കണുള്ളൂ കുറേ പേര് അവിടെ ഇല്ല. അപ്പം നമുക്കിവിടെ എന്ത് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം
വാസ് ആൻഡ് വെയർ നമുക്ക് യൂസ് ചെയ്യാനേ പറ്റില്ല. കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ യൂസ് ചെയ്യണം. ഒരു കഴിഞ്ഞു പോയൊരു കാര്യത്തിലാണ് വാസും വെയർ യൂസ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് പറ്റത്തേ ഇല്ല. അത് ഞാൻ ചുമ്മാ ജസ്റ്റ് ഓപ്ഷനിൽ എഴുതുന്നേ ഉള്ളൂ. പിന്നെ ഈസ് ഉണ്ട്, ആറുണ്ട്. അപ്പോൾ ഈസും ആറും, ഈസ് എന്ന് പറയുന്നത് എന്താ, പ്രസൻറ്റ് ഫോമാണ്. ആറും പ്രസൻറ്റ് ഫോമാണ്. അപ്പോൾ ഇവിടെ ആറ് നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ. അപ്പോൾ ഇവിടെ ഒറ്റ ഒരാളെ ഉദ്ദേശിക്കുള്ളൂ, മറ്റൊരാൾ, സമ്മൺ എൽസ്. അപ്പോൾ ഒറ്റ ഒരാളേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ ആളില്ല. അപ്പോൾ ഇതൊരു സിംഗുലാർ സബ്ജക്റ്റാണ്, അപ്പം പ്ലൂറൽ സബ്ജക്റ്റ് അല്ല. അപ്പം നമുക്ക് ആറ് കട്ട് ചെയ്യാം. പിന്നെ നമ്മൾ എന്താ യൂസ് ചെയ്യണേ, ഈസ്. അപ്പോൾ ഈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം സമ്മൺ എൽസ് ഈസ്. പിന്നെന്താ, ഇരിക്കുക. ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ, വെർബാണ്. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ സിറ്റാണ്, ഇരിക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ കൂടെ വെർബ് പ്ലസ് ING ഫോം. അപ്പോൾ ഇവിടുത്തെ വെർബാണെന്ന് ഞാൻ പറഞ്ഞു, സിറ്റ്. അപ്പോൾ സിറ്റിൻ്റെ കൂടെ നമുക്ക് ING കൂടെ ആഡ് ചെയ്ത് സിറ്റിംഗായി. അപ്പം സമ്മൺ എൽസ് ഈസ് സിറ്റിംഗ്. ഇനി എന്താ, എവിടെയാ, ജിയുടെ സീറ്റിൽ വേറെ ആരും ഇരിക്കുകയാണ്. അപ്പം നമുക്ക് എഴുതാം സമ്മൺ എൽസ് ഈസ് സിറ്റിംഗ് ഇൻ ജിയാസ്. ജിയാസ്. അപ്പം നമുക്ക് റബ്ബ് ചെയ്തിട്ട് എഴുതാം someone else is sitting in Jia's seat. നമുക്ക് ഒന്നും കൂടെ പറയാം, ജിയുടെ സീറ്റിൽ വേറെ ആരോ ഇരിക്കുകയാണ്. someone else is sitting in Jia's seat. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മളും പഠിച്ചു എന്താണ് ഇവിടെ എഴുതേണ്ടത്. നമ്മൾ പഠിച്ചു എന്താ, ഒരു സിംഗുലാർ സബ്ജക്റ്റും പ്ലൂറൽ സബ്ജക്റ്റൊക്കെ പഠിച്ചു. അതിൻ്റെ കൂടെ നമുക്ക് എന്താ ആഡ് ചെയ്ത് എഴുതാം, വെർബ് എന്താണെന്ന്. ഇവിടെ വെർബ് സിറ്റാണ്, അതിൻ്റെ കൂടെ ING ആഡ് ചെയ്ത് പഠിച്ചു. അപ്പോൾ നമുക്ക് ഒന്നും കൂടെ പറയാം, സമ്മൺ എൽസ് ഈസ് സിറ്റിംഗ് ഇൻ ജിയാസ് സീറ്റ്. സമ്മൺ എൽസ് ഈസ് സിറ്റിംഗ് ഇൻ ജിയാസ് സീറ്റ്. ജിയുടെ സീറ്റിൽ വേറെ ആരോ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ജിയ ഹന്നയുടെ അടുത്തിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം, ഇരിക്കുക, സിറ്റ്. ഇവിടെ ഇരുന്നു എന്നായത് നമുക്ക് സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിൽ എഴുതാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ഒരു സെൻറ്റൻസ് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്, ഓൾറെഡി ഇരുന്ന് കഴിഞ്ഞു. അപ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ജിയ ഹന്നയുടെ അടുത്തിരുന്നു. നമുക്ക് എഴുതാം ജിയ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ, സിറ്റ്. അപ്പോൾ നമ്മൾ സിറ്റിനെ കൺവേർട്ട് ചെയ്ത് നമുക്ക് പാസ്റ്റ് ഫോമിലോട്ടാക്കാം. എങ്ങനെയാ, സിറ്റിൻ്റെ പാസ്റ്റ് ഫോം സാറ്റ്. അപ്പം ജിയ, ഇവിടെ നമുക്ക് എഴുതാം സിറ്റിന് പകരം നമ്മൾ ഇവിടെ എന്താ എഴുതണേ, സാറ്റാണ് എഴുതണേ, സാറ്റ്. ജിയ സാറ്റ്. കാര്യം ഇരിക്കുക എന്നുള്ളതാണ് സിറ്റ്, ഇരുന്നു എന്നാകുമ്പോൾ സാറ്റ്. അപ്പോൾ ജിയ സാറ്റ്. ഇനി എന്താ എഴുതാൻ പോണേ, ജിയ ഹന്നയുടെ അടുത്തിരുന്നു. ജിയ സാറ്റ്. ജിയ സാറ്റ് നെക്സ്റ്റ് ടു ഹന്ന. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്, ജിയ സാറ്റ് നെക്സ്റ്റ് ടു ഹന്ന. ജിയ ഹന്നയുടെ അടുത്തിരുന്നു. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് ഒന്നുകൂടെ പറയാം, ജിയ ഹന്നയുടെ അടുത്തിരുന്നു. ജിയ സാറ്റ് നെക്സ്റ്റ് ടു ഹന്ന. ജിയ സാറ്റ് നെക്സ്റ്റ് ടു ഹന്ന. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇറങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഇവിടെ ഇറങ്ങുക. ഇറങ്ങുകയ്ക്ക് നമുക്ക് എങ്ങനെയാണ് പറയാം, നമുക്ക് പറയാം ഗെറ്റ് ഓഫ് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ ഇറങ്ങി എന്നാണ്. അപ്പം നമുക്ക് ഗെറ്റ് ഓഫിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. ജിയുടെ സീറ്റിൽ ഇരുന്ന ആൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ദ പേഴ്സൺ. അപ്പോൾ ഇവിടെ ദ പേഴ്സൺ എന്ന് ഉദ്ദേശിക്കുന്ന ആ ആളുടെയാണ് കേട്ടോ. ഇരുന്ന ആൾ നമുക്ക് കാണുള്ള ആ ആളുടെയാണ് ദ പേഴ്സൺ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദ പേഴ്സൺ. അപ്പം ഇരുന്ന ആളിനുള്ളതാണ് ഞാനിവിടെ സിറ്റിംഗ്. ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ, എവിടെ, ആരുടെ സീറ്റിലാണ്, ജിയയുടെ സീറ്റിൽ. ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ജിയാസ് സീറ്റ്. അപ്പം ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ജിയാസ് സീറ്റ്. ജിയുടെ സീറ്റ് ഇരുന്ന ആൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പം നമ്മൾ എന്താ എഴുതാൻ പോണേ, ഞാൻ പറഞ്ഞു എന്താ, ഇറങ്ങുക എന്ന് വെച്ചാൽ ഗെറ്റ് ഓഫ് നമുക്ക് പറയാം. പക്ഷേ നമ്മളിവിടെ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതാൻ പോണത്. ഗെറ്റ് ഓഫിനെ നമ്മൾ കൺവേർട്ട് ചെയ്തൊരു പാസ്റ്റ് ഫോം ആക്കും. ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ജിയാസ് സീറ്റ് ഗോട്ട് ഓഫ്. ഗോട്ട് ഓഫ് എന്നാണ് നമ്മളിവിടെ എഴുതിയത്. അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പം ഒരു പോയിന്റ്, ഒരു പ്ലേസിനെ കാണിക്കാനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ അറ്റ് യൂസ് ചെയ്തിട്ട് എഴുതി കേട്ടോ. അപ്പം അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ റബ്ബിയായിട്ട് സ്റ്റോപ്പ് എന്നാണ്. അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്, ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ജിയാ സീറ്റ് ഗോട്ട് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ നമ്മൾ അറ്റ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പ്ലേസ് ഓർ പോയിന്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് യൂസ് ചെയ്ത് എഴുതിയത്. പിന്നെ നമ്മളിവിടെ എന്താ എഴുതിയത്, ഞാൻ പറഞ്ഞു ഇറങ്ങുക, ഗെറ്റ് ഓഫ്. അതിനാണ് നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് നമ്മൾ ഗോട്ട് ഓഫ് എന്നാക്കി എഴുതി. അപ്പം ഇതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ്, ജിയുടെ സീറ്റിൽ ഇരുന്ന ആൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. ദ പേഴ്സൺ സിറ്റിംഗ് ഇൻ ജിയാ സീറ്റ് ഗോട്ട് ഓഫ് അറ്റ് ദ നെക്സ്റ്റ് സ്റ്റോപ്പ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം.
നെക്സ്റ്റ് പോയിന്റ്, ജിയ സന്തോഷത്തോടെ തിരികെ വന്ന് അവളുടെ സീറ്റിലിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സന്തോഷം, ഹാപ്പി. തിരികെ വരിക, അപ്പോൾ വരിക എന്ന് വെച്ചാൽ എന്താ? കം. അപ്പോൾ തിരികെ, ബാക്ക്. അപ്പോൾ തിരികെ വരിക, അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? കം ബാക്ക്. പക്ഷേ ഇവിടെ വന്നു എന്നാണ്, അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് എഴുതണം. പിന്നെന്താ? അവളുടെ, ഹർ. പിന്നെന്താ പറയണേ? സീറ്റിൽ ഇരുന്നു. ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? സിറ്റ്. അപ്പം ഇവിടെ ഇരുന്നു എന്നായിട്ട് നമുക്ക് സിറ്റിനെയും കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കിയിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ജിയ സന്തോഷത്തോടെ തിരികെ വന്ന് അവളുടെ സീറ്റിലിരുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ജിയ സന്തോഷത്തോടെ എന്നുള്ളതിനാണ് ഞാൻ ഹാപ്പിലി എന്ന് എഴുതുന്നത്. ഹാപ്പിലി, ജിയ ഹാപ്പിലി. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു എന്താ? തിരികെ വരിക. നമുക്ക് എങ്ങനെ എഴുതാം? തിരികെ വരിക, കം ബാക്ക്. അപ്പോൾ ഇവിടെ ഞാൻ എഴുതാം, പ്രത്യേകിച്ച് എഴുതരുത്, നമുക്ക് മനസ്സിലാവും. കം ബാക്ക്. അപ്പോൾ കം ബാക്കിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു കം എന്ന് വെച്ചാൽ വരിക, അപ്പം ബാക്ക് തിരികെ. അപ്പം കമ്മിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കുന്നത് എങ്ങനെയാണ്? കെയിം. അപ്പോൾ കമ്മിൻ്റെ പാസ്റ്റ് ഫോം കെയിം ആണ്. അപ്പം ഞാൻ കെയിം ബാക്ക്. ബാക്കിന് മാറ്റമൊന്നുമില്ല കേട്ടോ, ഒരു ചേഞ്ചസും ഇല്ല. ഇവിടെ കം ബാക്ക്, കെയിം ബാക്ക് ആയി, അത്രയേ ഉള്ളൂ. അപ്പോൾ ജിയ ഹാപ്പിലി. ഇനി എന്താ എഴുതാൻ പോണത്? ജിയ ഹാപ്പിലി കെയിം ബാക്ക് ആണ് നമ്മളിവിടെ എഴുതാൻ പോണത്. കെയിം ബാക്ക്, തിരികെ വന്നു. ജിയ ഹാപ്പിലി കെയിം ബാക്ക്. ഇനി എന്താ എഴുതുന്നത്? എന്നിട്ട് ഇരുന്നു എന്നല്ലേ പറയണേ? തിരികെ വന്നു, അവളുടെ സീറ്റിൽ ഇരുന്നു. ജിയ സന്തോഷത്തോടെ തിരികെ വന്നു, അവളുടെ സീറ്റിൽ ഇരുന്നു. എന്നിട്ട് എഴുതാൻ നമുക്ക് ആൻഡ്. അപ്പോൾ ഇരിക്കുക. ഇരിക്കുക എന്ന് വെച്ചാൽ അത് ഞാനിവിടെ എഴുതാം, സിറ്റാണ് ഇരിക്കുക. സീറ്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം, സാറ്റ്. അപ്പോൾ ഇനി ഇവിടെ എഴുതാൻ പോണത് ജിയ ഹാപ്പിലി കെയിം ബാക്ക് ആൻഡ് സാറ്റ്. എവിടെ ഇനി ഇരിക്കാൻ പോണത്? ആൻഡ് സാറ്റ് അവളുടെ സീറ്റ്, ഹർ അവളുടെ. അപ്പം സാറ്റ് ഇൻ ഹർ സീറ്റ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ജിയ ഹാപ്പിലി കെയിം ബാക്ക് ആൻഡ് സാറ്റ് ഇൻ ഹർ സീറ്റ്. ജിയ സന്തോഷത്തോടെ തിരികെ വന്നു, അവളുടെ സീറ്റിൽ ഇരുന്നു. അപ്പം ഇവിടെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കിയത് എന്താ? കമ്മിനെ നമ്മൾ കെയിം ആക്കി. കമ്മിൻ്റെ പാസ്റ്റ് ഫോം കെയിം ആണ്. ബാക്കിന് ഒരു ചേഞ്ചും ഇല്ല, കം ബാക്ക്, കെയിം ബാക്ക്. പിന്നെ സിറ്റ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. സിറ്റിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി സാറ്റ് ആക്കി. അപ്പം ഇത്രയൊരു ചേഞ്ചസ് വരുത്തിയിട്ടാണ് നമ്മളൊരു സെൻറ്റൻസ് എഴുതിയത്. അപ്പോൾ ജിയ ഹാപ്പിലി കെയിം ബാക്ക് ആൻഡ് സാറ്റ് ഇൻ ഹർ സീറ്റ്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവർ ട്രെയിനിലിരുന്ന് വഴിയിലുടനീളമുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. അവർ, ദേ. ഇരിക്കുക, സിറ്റ്. ഇവിടെ ഇരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിൽ എഴുതാം, വഴിയിലുടനീളമുള്ള. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? എലോങ് ദ വേ. മനോഹരം, ബ്യൂട്ടിഫുൾ. കാഴ്ചകൾ, വ്യൂസ്. ആസ്വദിക്കുക, എൻജോയ്. ഇവിടെ ആസ്വദിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് എൻജോയ്യും പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. എങ്ങനെ നമ്മൾ എഴുതുന്നത്? അവർ ട്രെയിനിലിരുന്ന് വഴിയിലുടനീളമുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചു. അപ്പോൾ നമുക്ക് എഴുതാം അവർ, ദേ. അപ്പോൾ ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? സിറ്റാണ്. അപ്പോൾ നമുക്ക് സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം. സിറ്റിൻ്റെ പാസ്റ്റ് ഫോം സാറ്റ്. ദേ സാറ്റ്. ഇനി എന്താ എഴുതാൻ പോണേ? ദേ സാറ്റ് ഓൺ ദ ട്രെയിൻ. അവർ ട്രെയിനിലിരുന്ന്, ദേ സാറ്റ് ഓൺ ദ ട്രെയിൻ ആൻഡ്. ആസ്വദിക്കുക. ആസ്വദിക്കുക എന്ന് വെച്ചാൽ എന്താ? എൻജോയ്. പക്ഷേ ഇവിടെ ആസ്വദിച്ചു എന്നാണ്. അപ്പോൾ നമുക്ക് എൻജോയെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കാം, എൻജോയ്ഡ്. എൻജോയ്ഡ് ദ. മനോഹരമായ എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ബ്യൂട്ടിഫുൾ. മനോഹരമായ, ബ്യൂട്ടിഫുൾ. പിന്നെ എന്താ നമ്മൾ എഴുതാൻ? കാഴ്ചകൾ എന്ത് നമ്മൾ എഴുതാം? വ്യൂസ്. കാഴ്ചയ്ക്ക് നമുക്ക് വ്യൂസ് എന്ന് എഴുതാം. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? വ്യൂസ്. അപ്പം എൻജോയ് ദ ബ്യൂട്ടിഫുൾ വേസ് നമുക്കിവിടെ കാണാം, വഴിയിലുടനീളമുള്ള. അപ്പം ആ ഒരു സെൻറ്റൻസിനെ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? എലോങ് ദ വേ. എലോങ് ദ വേ. അപ്പം നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം. They sat on the train and enjoyed the beautiful views along the way. അവർ ട്രെയിനിലിരുന്ന് വഴിയിലുടനീളമുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചു. They sat on the train and enjoyed the beautiful views along the way. അപ്പം നമ്മളിവിടെ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ സിറ്റിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി, സാറ്റ് ആക്കി. പിന്നെ എൻജോയ് എന്ന് പറഞ്ഞൊരു പ്രസൻറ്റ് ഫോമിനെ നമ്മൾ എൻജോയ്ഡ് ആക്കി, പാസ്റ്റ് ഫോമിലോട്ടാക്കി. പിന്നെ നമ്മൾ വേറൊരു വേർഡ് പഠിച്ച വഴിയിലുടനീളം എന്നുള്ള ഒരു വേർഡാണ് എലോങ് ദ വേ. അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സെൻറ്റൻസിൽ പഠിച്ചു. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.